ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ എപ്പിസോഡ് 1 ഓഫ് 5 ഡേയ്സ് ഹാൻഡ് റൈറ്റിംഗ് സീരീസ്. അപ്പോൾ ഒരു ഹാൻഡ് റൈറ്റിംഗ് സീരീസ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടൊരു കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞത് കണ്ടപ്പോൾ ഞാനും ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഒരു ഹാൻഡ് റൈറ്റിംഗ് സീരീസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റൊക്കെ ഇട്ടിട്ടും എന്താണ് ഇത്ര താമസിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ വൺ ആൻഡ് ഓൺലി റീസൺ ഈസ് എൻ്റെ മടി മാത്രമാണ്. അങ്ങനെ ഇന്നിപ്പോൾ മടിയൊക്കെ മാറ്റി വെച്ച് അതൊക്കെ ഒന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ നമ്മളിന്ന് നമ്മുടെ ബേസിക്സിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ദാറ്റ് മീൻസ് നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ആണ് ഞാൻ തുടങ്ങുന്നത്. നമ്മൾ എന്ത് പഠിക്കുമ്പോഴും ഒരു ബേസിക് ലെവലിൽ നിന്നാണല്ലോ തുടങ്ങുന്നത്. അതാണ് കഴ്സീവിലെ ഈ ഒരു ആൽഫബറ്റ്സ് തന്നെ ആദ്യം എടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഒരു ഹാൻഡ് റൈറ്റിംഗ് ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലെറ്റേഴ്സ് എപ്പോഴും കാണാൻ നല്ല ഭംഗി ഉണ്ടാവും, നല്ല രീതിക്ക് അത് എഴുതുമ്പോഴാണല്ലോ. അപ്പോൾ ആദ്യമേ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതുപോലെ എഴുതി പഠിക്കുന്ന സമയത്ത് 4 ലൈൻ ബുക്കിൽ എഴുതി പഠിച്ചാൽ ലാസ്റ്റ് നമ്മുടെ ആ ഒരു ശൈലി നമുക്കിങ്ങനെ വഴങ്ങി വരും. അപ്പോൾ നമ്മുടെ ലെറ്റേഴ്സ് പിന്നെ നമ്മൾ അൺറൂൾഡ് പേപ്പറിൽ എഴുതിയാൽ പോലും നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ഞാനൊരു 5ാം ക്ലാസ് വരെ 4 ലൈൻ തന്നെയാണ് ഉപയോഗിച്ചത്. പിന്നെ ഈ 4 ലൈനിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ വേർഡ്സും നമുക്കിങ്ങനെ ഒരേ ലെങ്തിലൊക്കെ നമുക്ക് ഈക്വൽ ലെങ്തിൽ ഈക്വൽ സ്പേസ് വിട്ടൊക്കെ എഴുതാൻ പറ്റും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇനി വരും വീഡിയോസിൽ നല്ല അടിപൊളി ഹാൻഡ് റൈറ്റിംഗ് ടിപ്സുമായിട്ട് കാണാം.